നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ശബ്ദം പോയതിന് കാരണക്കാരൻ ഇളയരാജ. എന്റെ അപ്പച്ചനെ പോലെയാണ് ഞാൻ രാജാ സാറിനെ കണ്ടിരുന്നത്. സംഗീത ലോകത്തെ ഞെട്ടിച്ച് ഗായിക മിൻമിനിയുടെ വെളിപ്പെടുത്തൽ. തന്റെ ശബ്ദം നഷ്ടപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ച് വെളിപ്പെടുത്തി ഗായിക മിൻമിനി. ഇളയരാജയിൽ നിന്നുണ്ടായ ദുരനുഭവമാണ് തന്റെ ശബ്ദം നഷ്ടപ്പെടാൻ കാരണമെന്നാണ് ഗായികയുടെ ആരോപണം. ഇളയരാജയിൽ നിന്ന് കേൾക്കേണ്ടി വന്ന ഒരു ശകാരത്തെ തുടർന്നുണ്ടായ ആഘാതമാണ് തനിക്ക് ഈ അവസ്ഥ നേരിടാൻ കാരണമെന്ന് മിൻമിനി പറയുന്നു. ചുരുങ്ങിയ വർഷങ്ങൾ മാത്രമേ മിൻമിനി ഇൻഡസ്ട്രിയിൽ സജീവമായി നിന്നിട്ടുള്ളൂ. അതൊരു സുവർണകാലം തന്നെയായിരുന്നു. പാതിരവായി നേരം എന്ന പാട്ടൊക്കെ മലയാളികൾ ഇന്നും കേട്ടാസ്വദിക്കുന്നതാണ്. മീര എന്ന സിനിമയിലൂടെ മിൻമിനിയെ തമിഴ് സിനിമാ ലോകത്ത് പരിചയപ്പെടുത്തിയത് ഇളയരാജയായിരുന്നു. PJ റോസ്ലി എന്ന ഗായികയ്ക്ക് മിൻമിനി എന്ന പേര് നൽകിയതും ഇളയരാജ തന്നെ. സംഭവത്തിൽ മിൻമിനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: രാജാ സാറിൻ്റെ അടുത്ത് ചാൻസ് കിട്ടി. അന്നു മുതൽ എത്ര നാൾ ഞാൻ രാജാ സാറിന് വേണ്ടി പാടിയോ അത്രയും നാൾ 1500 രൂപയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞുണ്ടായ കുറച്ച് ബാധ്യതകൾ അങ്ങനെ തീർത്തു. ഒരു സ്റ്റുഡിയോയിൽ മാത്രം പാടിയാൽ തീരാവുന്നതായിരുന്നില്ല എൻ്റെ ഉത്തരവാദിത്തങ്ങൾ. ആ സമയത്ത് ദേവാ സാറിൻ്റെയും വിദ്യാസാഗറിൻ്റെയും കീരവാണി സാറിൻ്റെയും ഒക്കെ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇതൊന്നും രാജാ സാർ അറിയുന്നുണ്ടായിരുന്നില്ല. അറിഞ്ഞത് ചിന്ന ചിന്ന ആസെ പാടിയപ്പോഴാണ്. ആ പാട്ട് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സമയം. രാജാ സാറിൻ്റെ താലാട്ട് എന്ന ചിത്രത്തിൻ്റെ റെക്കോർഡിംഗ് EVMR സ്റ്റുഡിയോയിൽ നടക്കുകയാണ്. ടേക്ക് എടുക്കുന്നതിന് മുൻപ് സാർ ചെറിയ കറക്ഷൻ പറഞ്ഞു തരാൻ വന്നു. ഗായകൻ മനോ അണ്ണനും അവിടെയുണ്ടായിരുന്നു. കറക്ഷനുകളൊക്കെ പറഞ്ഞു തന്നിട്ട് സാർ തിരിച്ചുപോയി. പക്ഷേ മുറിയുടെ വാതിലിൻ്റെ അടുത്തുവരെ പോയിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു, നീ എന്തിനാണ് അവിടെയും ഇവിടെയുമെല്ലാം പോയി പാടുന്നത്? ഇവിടെ മാത്രം പാടിയാൽ മതിയെന്ന്. അതെനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. ഞാൻ അവിടെ നിന്ന് കരയുകയാണ്. മൈക്കെല്ലാം ഓണാണ്. മനോ അണ്ണൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ഒരാൾ എഴുന്നേറ്റ് വന്നു. കീബോർഡ് ചെയ്തിരുന്ന അന്തരിച്ച VJ മാനുവൽ അങ്കിളായിരുന്നു അത്. കരയരുതെന്നും വെറുതെ പറഞ്ഞതായിരിക്കുമെന്നും പറഞ്ഞു. പക്ഷേ ഈ സംഭവം ശബ്ദം പോകത്തക്ക രീതിയിലുള്ള ഷോക്കായിരുന്നോ എന്ന് അറിയില്ല. ഉള്ളിലെവിടെയോ വിഷമമായി കിടന്നിരിക്കാം. ഈ സംഭവത്തിനു ശേഷം പാടാൻ ഇളയരാജ വിളിച്ചിട്ടില്ല. രാജാ സാറിനോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല. പക്ഷേ ഞാനെന്ന കുഞ്ഞു വ്യക്തി ഏത് അവസ്ഥയിലായിരുന്നെന്ന് സാറിന് അറിയില്ല. നീ പാടണ്ട എന്ന് പറഞ്ഞപ്പോൾ ഞാനാകെ തകർന്നു പോയി. എൻ്റെ അപ്പച്ചനെ പോലുള്ള ആളാണ് രാജാ സാർ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അത്രമാത്രം എന്നെ സ്പർശിച്ചു. എൻ്റെ മനസ്സിൽ അത്രത്തോളം വിഷമമുണ്ടാക്കിയെന്ന് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ലെന്ന് മിൻമിനി പറയുന്നു.